നിർണായക കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കയിലേക്ക് പറന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ചൊവ്വാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം വൈറ്റ് ഹൗസിൽ വെച്ച് ഒരു വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായോ പ്രസിഡന്റുമായോ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായി മാറും ഇത്. എത്രത്തോളം സൗഹൃദമാണ് രാജ്യങ്ങളും തമ്മിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച. ഇറാന്റെ കാര്യത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ നടക്കുന്ന കൂടിക്കാഴ്ച ഏറ്റവും നിർണായകമാണ്, വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതാണ് എന്ന് കൃത്യമായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട അജണ്ട ഇറാൻ വിഷയം തന്നെയായിരിക്കും. നിരന്തരം പശ്ചിമേഷ്യയിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഇറാൻ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റുമായി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. ഗാസയിലെ ബന്ദിമോചനം പൂർത്തിയാക്കുക, ഗാസയിലെ നിലവിലെ സംഘർഷാവസ്ഥ പരിപൂർണമായി പരിഹരിക്കുക, ഇസ്രായേലിനെതിരെയുള്ള തീവ്രവാദ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കുക, ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രകോപനപരമായ നീക്കങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കുക തുടങ്ങിയവയായിരിക്കും ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര കൂടിക്കാഴ്ചയാണ് ഇത്. ഇസ്രായേലിന് എത്രമാത്രം പ്രിയപ്പെട്ടവനാണ് ട്രംപ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന് തൻ്റെ യാത്രയ്ക്ക് തൊട്ട് മുൻപ് വിമാനത്താവളത്തിൽ വെച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രായേലും അമേരിക്കയും ഒത്തുചേർന്ന് പശ്ചിമേഷ്യയിൽ നടത്തിയ നീക്കങ്ങൾ, ആ നീക്കങ്ങൾ എത്രമാത്രം സമാധാനം പശ്ചിമേഷ്യയിൽ കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോൾ ലോകത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭരണകർത്താക്കൾ, അവിടുത്തെ സൈനികരൊക്കെ തന്നെ നടത്തിയ സേവനങ്ങളുടെ ഫലമാണ് പശ്ചിമേഷ്യയിൽ ഇന്ന് കാണുന്ന സമാധാന അന്തരീക്ഷം. അതേസമയം ഇനിയും തുടർ നടപടികൾക്ക് ആവശ്യമുണ്ട്. അതിന് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ ഇസ്രായേലിന് ആവശ്യമാണ്. പശ്ചിമേഷ്യയിൽ ഇറാനാണ് ഏറ്റവും വലിയ തീവ്രവാദത്തിൻ്റെ ഹബ്ബ്. ഇറാൻ ഉയർത്തുന്ന പ്രകോപനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ആണവ പരീക്ഷണം നടത്തിക്കൊണ്ട് ആണവ മിസൈൽ പ്രയോഗിച്ചുകൊണ്ട് വമ്പൻ പ്രകോപനമാണ് ഇറാൻ ആ മേഖലയിൽ സൃഷ്ടിച്ചത്. ഇത് ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ഈ കൂടിക്കാഴ്ചയിൽ ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനമുണ്ടാകുമോ എന്നുള്ളതാണ് ലോകമാധ്യമങ്ങൾ കാത്തിരിക്കുന്നത്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇറാനിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈനിക നീക്കമുണ്ടാകുമെന്നുള്ള സൂചനകൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഫൈറ്റർ ജെറ്റുകൾ ബോംബിടും. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കും. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകോപനപരമായ ചില പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഇതും ആക്രമണമുണ്ടാകുമെന്ന ഭയത്തിന് മുന്നോടിയായി നടത്തിയ ഒരു പ്രതിരോധമാണ് എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഒന്നാം ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് കടുത്ത ഉപരോധങ്ങളാണ് ഇറാനെതിരെ നടപ്പാക്കിയിരുന്നത്. ഇറാൻ്റെ എണ്ണ വിപണിയെ തന്നെ കാര്യമായി അത് ബാധിച്ചു. ഇറാന് ലഭിച്ചിരുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ ട്രംപ് വെട്ടിക്കുറച്ചു. അതിനുശേഷം വന്ന ജോ ബൈഡൻ ഭരണകൂടം ഇറാനോട് അല്പം ഒരു മയപ്പെട്ട സമീപനമാണ് സ്വീകരിച്ചതെങ്കിൽ രണ്ടാം തവണ ട്രംപ് എത്തുമ്പോൾ ഏറ്റവും അധികം ഉപരോധം ഏർപ്പെടുത്താൻ, ഏറ്റവും അധികം ആക്രമണം നടത്താൻ സാധ്യതയുള്ളത് ഇറാനിലേക്കാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ സൊമാലിയയിൽ അമേരിക്ക തുടങ്ങിയിരിക്കുന്നത്. സൊമാലിയയിലെ ഐസിസ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ, ഐസിസ് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയിരിക്കുന്ന എയർ സ്ട്രൈക്ക് ഒരു ഭാഗത്ത് പശ്ചിമേഷ്യയിലും യൂറോപ്പിലുമൊക്കെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് തീവ്രവാദത്തിനെതിരെയുള്ള തൻ്റെ ഉറച്ച നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ആഫ്രിക്കയിൽ തീവ്രവാദത്തിനെതിരെ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. സൊമാലിയയിലെ ഐസിസ് കേന്ദ്രത്തിലേക്ക് ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ ട്രംപ് നൽകുന്ന സൂചനകളാണ്. ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്കായിരിക്കും ചൊവ്വാഴ്ച അമേരിക്ക സാക്ഷ്യം വഹിക്കുക. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇസ്രായേൽ നടത്തുന്ന പ്രതിരോധം, ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്ക് നേരെ, ഭീകര സംഘടനകൾക്ക് നേരെ ഇസ്രായേൽ ഒറ്റയ്ക്ക് നടത്തുന്ന ഈ പോരാട്ടത്തിൽ അമേരിക്കയുടെ പിന്തുണ വളരെ വലുതാണ്. അതേസമയം ബൈഡൻ ഭരണകൂടം മാറി ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തുമ്പോൾ
ഇരട്ടി ആത്മവിശ്വാസമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിനും ലഭിക്കുന്നത്. കാരണം പരിധികളില്ലാത്ത സഹായമായിരിക്കും ഇനി ട്രംപ് ഇസ്രായേലിന് നൽകുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ചൊവ്വാഴ്ച നടക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ആ കൂടിക്കാഴ്ചയുടെ പുറകെ ആയിരിക്കും ഇറാനിലേക്കുള്ള ആക്രമണത്തിൻ്റെ തീയതി കുറിക്കുക. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ, പ്രകോപനങ്ങൾ അത് ഇപ്പോഴേ തീർത്തില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ഭവിഷ്യത്തുകൾ ലോകത്തിന് സൃഷ്ടിക്കുമെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടലുകൾ. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് അധികം വൈകാതെ ഒരു ആക്രമണം ഉണ്ടാകും. അത് ചിലപ്പോൾ 10 ദിവസമോ 20 ദിവസമോ വൈകിയേക്കാം. എങ്കിലും ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഇറാൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല ഡൊണാൾഡ് ട്രംപ്. ഒരു ഘട്ടത്തിൽ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാത്തത്, ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ബോംബിടണമെന്നായിരുന്നു അന്ന് ട്രംപിൻ്റെ വലിയ പ്രതികരണമുണ്ടായത്. വലിയ കോളക സൃഷ്ടിച്ച പ്രതികരണമായിരുന്നു. അതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതും അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും. അപ്പോഴും ട്രംപ് തൻ്റെ നിലപാട് മാറ്റിയിട്ടില്ല. ഇസ്രായേൽ എന്ന രാജ്യത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വിട്ടയക്കാൻ അന്ത്യശാസനം നൽകുകയാണ് ഹമാസിന് ട്രംപ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ അന്ത്യശാസനത്തിൽ ഭയന്ന് ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് സമ്മതിച്ചതും. അപ്പോൾ ട്രംപ് പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഗാസയിലെ ഹമാസിനെ ആയിരിക്കില്ല ആക്രമിക്കുന്നത്, മറിച്ച് ഖത്തറിലും തുർക്കിയിലും ജോർദാനിലും ലോകത്തിൻ്റെ ഏത് കോണിലും ഒളിച്ചിരിക്കുന്ന ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് ഞങ്ങളുടെ സൈന്യം വകവരുത്തും, ഞങ്ങളുടെ രഹസ്യ പോലീസ് വകവരുത്തും. അതാണ് ട്രംപ് ഉന്നയിച്ച വലിയ വാക്ക്. അതുമാത്രമല്ല, അതാണ് ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഇത് സ്വാഭാവികമായും കുറുക്കിക്കൊണ്ടു എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം. ഹമാസിൻ്റെ നേതൃത്വം ഞെട്ടി, ഖത്തർ ഞെട്ടി, ഈജിപ്റ്റ് ഞെട്ടി. അങ്ങനെ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി ഹമാസിൻ്റെ ഭീകരന്മാർ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനമായി നടക്കേണ്ടത് ബന്ദികൾ പൂർണ്ണമായും മോചിപ്പിക്കപ്പെടണം. ആ ബന്ദിമോചനം അധികം വൈകാതെ സാധ്യമാകും. ജീവനോടെ എത്ര ബന്ദികളുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഹമാസിനോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഉറപ്പില്ല. അപ്പോൾ പറ്റുന്ന ബന്ദികൾ, അതായത് ജീവനോടെ ഉള്ള ബന്ദികളിൽ പരമാവധി പേരെ മോചിപ്പിച്ച ശേഷം വീണ്ടും ഗാസയിൽ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കും. അതിനു മുൻപ് ഇറാൻ എന്ന് പറയുന്ന ഇവരുടെ കേന്ദ്രത്തെ, ഇവരുടെ തലച്ചോറിനെ തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ അത് വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ കാത്തിരിക്കുന്നത് അമേരിക്കയുടെ കൂടി അവസാന ഒരു അനുമതി ലഭിക്കാനാണ്. നേരത്തെ IDFൻ്റെ തലവനും മൊസാദിൻ്റെ തലവനുമൊക്കെ പറഞ്ഞത് നമ്മൾ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹൂതികളെ ആക്രമിക്കുന്നതിന് പകരം ഇറാനെയാണ് ആക്രമിക്കേണ്ടത്, തലച്ചോറിനെ തന്നെയാണ് ആദ്യം തകർക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് ട്രംപ് എടുത്ത ഒരു നിലപാട്, അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്ന ശേഷം ഒരു നിലപാട് സ്വീകരിക്കാമെന്ന ഒരു തീരുമാനത്തിലാണ് അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പോയത്. അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ടൊരു ആക്രമണം ഇറാനിലേക്ക് അന്ന് നടത്താത്തതും. എന്നാൽ ഇപ്പോൾ ആ കാത്തിരുന്ന നിർണായകമായ കൂടിക്കാഴ്ചയുടെ സമയമായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി ട്രംപ് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധിയുമായി വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും അത് തന്നെയാണ്. അതിന് ട്രംപ് തിരഞ്ഞെടുത്തത് ഇസ്രായേലിനെയാണ്, നെതന്യാഹുവിനെയാണ് എന്നതുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുകയാണ്. എത്രമാത്രം അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. എന്തായാലും ഇറാനെ സംബന്ധിച്ച്, പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളെ സംബന്ധിച്ച് അവരുടെ തലവര കുറിക്കുന്ന ഒരു നിർണായക കൂടിക്കാഴ്ചയായിരിക്കും ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ നടക്കുക.